അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ, ഉസ്താദുമാരെ, നാട്ടുകാരെ, ഇന്ന് ഞാൻ നിലകൊള്ളുന്നത് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനം കൊണ്ടാടുന്ന ഈ വേളയിൽ വർഷങ്ങളോളം കത്തിക്കൊണ്ടുണ്ടായിരുന്നതായ തീജ്വലത്തെ ഘടിപ്പിച്ചുകൊണ്ട് അടുത്തുണ്ടായിരുന്നതായ കൊട്ടാരത്തിന്റെ 14 ഗോപുരങ്ങളെ തകർത്തുകൊണ്ട് അവിശ്വാസികൾ ആരാധിച്ചു കൊണ്ടിരുന്നതായ ബിംബങ്ങളെ തകർത്തുകൊണ്ട് അതാ മക്ക എന്ന നാട്ടിൽ ലോകത്തിന്റെ നേതാവായ അഷ്റഫുൽ ഖൽഖ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിച്ചതായ നാട് മക്ക. ഈ മക്ക വിജയത്തെക്കുറിച്ച്, മക്ക വിജയം, ഈ വിഷയത്തെക്കുറിച്ച് 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ നിർത്താം. അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാകട്ടെ. മുസ്ലിമീങ്ങളുടെ സഖ്യകക്ഷിയായ ഖുസാ ഗോത്രക്കാരനെതിരെ ഖുറൈശികളുടെ സഖ്യകക്ഷിയായ ബനൂ ബക്കർ ഗോത്രക്കാർ സഹായിക്കുക വഴി മുസ്ലിമീങ്ങളും ഖുറൈശികളും ഉണ്ടാക്കിയ കരാർ, ആ കരാറിനെ ഖുറൈശികൾ തകർക്കുകയും മാത്രമല്ല ഖുസാ ഗോത്രക്കാരിൽ 20-ലധികം പേർ വധിക്കപ്പെടുകയും ചെയ്തു. അങ്ങനെ ഖുസാ ഗോത്രക്കാർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹായം ചോദിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹായിക്കാമെന്ന് വാക്ക് കൊടുക്കുകയും ചെയ്തു. അപകടം മണത്തറിഞ്ഞ ഖുറൈശികൾ കരാറിന്റെ കാലാവധിയെ നീട്ടുന്നതിനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംസാരിക്കാൻ ഖുറൈശികൾ അബൂ സുഫിയാനിനെ അയക്കുകയും അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ ലക്ഷ്യം അത് വിജയിച്ചിട്ടില്ല. അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ പോയിട്ടുണ്ടെങ്കിലും അബൂ സുഫിയാന്റെ ലക്ഷ്യം അത് വിജയിച്ചിട്ടില്ല. പെട്ടെന്നൊരു സൈന്യവുമായി നിരാശനായ അബൂ സുഫിയാൻ മക്കയിലേക്ക് തന്നെ മടങ്ങി വന്നു. പെട്ടെന്നൊരു സൈന്യവുമായി മക്കയിലേക്ക് പ്രവേശിച്ച് രക്തരഹിത വിപ്ലവത്തോടെ മക്ക വിജയമായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത്. പക്ഷെ അതിന്റെ ഭാഗമായി ഹിജ്റ 8 വർഷം റമളാൻ 10,000 വരുന്ന സൈന്യവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ നിന്ന് മക്കയിലേക്ക് ലക്ഷ്യം വെച്ചു. ഇതൊന്നും അറിയാത്ത ഖുറൈശികൾ അബൂ സുഫിയാനും ഹക്കീം ഇബ്നു ഹിലാമും ഹുദൈലത്ത് ഇബ്നു വർഖവും എന്ന 3 പേർ രഹസ്യാന്വേഷണത്തിനായി പുറപ്പെട്ടു. അങ്ങനെ മറുല്ലഹ്റാൻ എന്ന സ്ഥലത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ നിരീക്ഷണം സംഘം അവർ പിടികൂടുകയും മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലിലേക്ക് അവർ സമീപിച്ച് ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മക്കയിലേക്ക് പ്രവേശിക്കാൻ ഉദ്ദേശിച്ചത് മക്ക നിവാസികൾക്ക് അതൊരു അഭയമായിരുന്നു ചെയ്തത്. വേഗം അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മക്കയിലേക്ക് പ്രവേശിച്ച് വിളംബരം ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സൈന്യത്തിന്റെ ഓരോ ക്യാപ്റ്റന്മാരോട് പറഞ്ഞു, ഇങ്ങോട്ട് യുദ്ധം ചെയ്യാൻ വന്നവരും മാത്രം നിങ്ങളായി യുദ്ധം ചെയ്യാൻ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സ്വഹാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ആ സ്വഹാബിയോടും ആ സ്വഹാബിന്റെ സംഘത്തോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മക്കയുടെ താഴ്ഭാഗത്തിൽ നിന്ന് നിങ്ങൾ പ്രവേശിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കനുസരിച്ച് അവർ മക്കയുടെ താഴ്ഭാഗത്ത് നിന്ന് പ്രവേശിച്ച് വാൾ കൊണ്ട് യുദ്ധം ചെയ്യാൻ വന്നവരോട് മാത്രം യുദ്ധം ചെയ്ത് ശത്രുപക്ഷത്തിൽ നിന്ന് 28 പേരും മുസ്ലിം പക്ഷത്തിൽ നിന്ന് 2 പേരുമാണ് വധിക്കപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മേൽഭാഗത്തിൽ നിന്ന് പ്രവേശിച്ചു. മേൽഭാഗത്തിൽ നിന്ന് പ്രവേശിച്ചതായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ആരുമായി നേരിടേണ്ടി വന്നില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കഅബയെ 7 പ്രാവശ്യം തവാഫ് ചെയ്ത് അതിന്റെ അകത്ത് കയറി അതിന്റെ അകത്തുണ്ടായിരുന്നതായ ഫോട്ടോകളെ മായ്ച്ചു കളഞ്ഞു. അതിന്റെ പരിസരത്തുണ്ടായിരുന്നതായ ബിംബങ്ങളെ തകർത്ത് തരിപ്പടമാക്കി. ഇതെല്ലാം കണ്ട ഖുറൈശികൾ പേടിച്ചു വിറച്ച് എവിടെയോ പോയി ഒളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് പ്രസംഗിച്ച പ്രസംഗത്തിൽ പറഞ്ഞത്, ആരൊക്കെ മസ്ജിദുൽ ഹറാമിൽ അടങ്ങി ഒതുങ്ങി താമസിക്കുന്നവരുണ്ടോ അവനിക്ക് നിർഭയത്വമുണ്ട്, അവൻ പേടിക്കേണ്ടതില്ല. എന്നിട്ട് രണ്ടാമത്തത് പറഞ്ഞു, അബൂ സുഫിയാൻ അബൂ സുഫിയാനിന്റെ വീട്ടിലും ഇപ്പോഴും ആരൊക്കെ താമസിക്കുന്നവരുണ്ടോ അവർക്കും നിർഭയത്വമുണ്ട്. എന്നിട്ട് മൂന്നാമത്തത് പറഞ്ഞു,
ആരൊക്കെ അവരവരുടെ വീട്ടിൽ കഥകടിച്ചടക്കളയിൽ ഒളിച്ചിരിക്കുന്നുണ്ടോ അവരും നിർഭയത്വമാണ്, അവർക്കും സ്വാതന്ത്ര്യമുണ്ട്, അവർ ആരെയും പേടിക്കേണ്ടതില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൂട്ടുകാരനോടല്ല, ശത്രുക്കളോടാണ് പറഞ്ഞത്. കരുണയുടെ വാക്കുകൾ അത് പറഞ്ഞത് ശത്രുക്കളോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. എന്നിട്ട് തുടർന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബിലാൽ റളിയല്ലാഹു അൻഹു കഅബയുടെ പുറത്ത് കയറി ബാങ്ക് കൊടുത്തു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഫാ കുന്നിൻ മുകളിൽ കയറുകയും അവിടേക്ക് ജനങ്ങൾ കൂട്ടകൂട്ടവുമായി ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു. ഇത്രയും പറഞ്ഞ് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.